ഒരിക്കൽ യോനാഥാൻ തന്റെ ആയുധവാഹകനോട് പറഞ്ഞു, ഈ അഗ്രചർമ്മികളായ ഫലസ്തീനരുടെ ഇടയിലേക്ക് നമുക്ക് കയറി ചെല്ലാം. അധികം കൊണ്ടു അല്പം കൊണ്ടു പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണെന്ന് പറയുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളതായ ദൈവജനമേ, ഇവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യോനാഥാന്റെ പിതാവായിരിക്കുന്ന ശൗൽ തൻ്റെ ജീവിതത്തിൽ വിജയം കടന്നു വരുന്നതിനെ നോക്കിക്കൊണ്ട് ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ ഇതാ തൻ്റെ മകനായിരിക്കുന്ന യോനാഥാൻ ആയുധവാഹകനോട് പറയുകയാണ്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ ഇടയിലേക്ക് കയറി ചെല്ലാം. യഹോവ അധികം കൊണ്ടു അല്പം കൊണ്ടു അവൻ പ്രവർത്തിക്കുവാൻ ശക്തനാണ് എന്നുള്ളത്. ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നതായ വ്യക്തി ജീവിതമേ, നാം ജയത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരല്ല, മുൻപോട്ട് കടന്നു ചെന്ന് ജയം പ്രാപിക്കുന്നവരത്രേ ദൈവജനമെന്ന് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും തിരിച്ചറിയുക. യോനാഥാൻ എന്ത് ചെയ്തില്ല? ശൗലിനെ പോലെ ജയം പ്രതീക്ഷിച്ച് ആ ഗിബിയോനിൽ അവൻ വസിച്ചില്ല. പിന്നെയോ യോനാഥാൻ ചെയ്തത്, അവൻ ജയത്തിനു വേണ്ടി മുൻപോട്ട് പോകുവാനായിട്ടിടയായി തീർന്നു. അതെ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ജയം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മുൻപോട്ട് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ദൈവം നിങ്ങൾക്ക് ജയം നൽകുക തന്നെ ചെയ്യും. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അധികം കൊണ്ടോ അല്പം കൊണ്ടോ അവൻ പ്രവർത്തിക്കുവാൻ ശക്തനാണ് എന്ന് തിരിച്ചറിയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.